സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ. തൃശൂർ രാമനിലയത്തിൽ നിർണായക രാഷ്ട്രീയ കൂടിക്കാഴ്ച. MK രാഘവൻ MP രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെയാണ് കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. MK രാഘവനുമായിട്ട് എന്ത് രഹസ്യ കൂടിക്കാഴ്ച? നമ്മുടെ MP അല്ലേ, നമ്മുടെ സുഹൃത്തല്ലേ. രാഘവനോട് സംസാരിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് KPCC ഉപസമിതി വെച്ചു. ഉപസമിതി അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. MK രാഘവൻ കോൺഗ്രസ്സിന് എന്നും ഒരു അസറ്റ് തന്നെയാണ്. അത് എന്നോടൊപ്പം 10 വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ എൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു വീഴ്ച ഉണ്ടായതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്തായാലും KPCC ഇങ്ങനൊരു സമിതിയെ വെച്ചിരിക്കുകയാണ്. ആ സമിതി കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, MK രാഘവൻ MPക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതും പരസ്യ പ്രതിഷേധമൊക്കെ മേഖലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും നേതൃത്വം ഇടപെട്ടതോടെ അതിനെല്ലാം ഒരു അയവ് വന്നിരുന്നു. താൽക്കാലിക പരിഹാരമായിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഇത് രഹസ്യ കൂടിക്കാഴ്ച അല്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം 24-മായി പങ്കുവച്ചോ? പ്രവിത, ഇതൊരു രഹസ്യ കൂടിക്കാഴ്ചയല്ല എന്ന് പറയുമ്പോൾ പോലും തീർത്തും രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയാണ് ഈ രാമനിലയത്തിൽ നടന്നിട്ടുള്ളത്. നേരത്തെയും തൃശ്ശൂർ രാമനിലയം പല രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇടമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ MK രാഘവൻ ഈ തൃശ്ശൂർ രാമനിലയത്തിലെത്തി ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് മറ്റു പരിപാടികളൊന്നും തന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല. രാവിലെയും നമ്മൾ ചില വാർത്താ സംബന്ധമായ ആവശ്യത്തിന് ഈ രാമനിലയത്തിലെത്തിയതാണ്. ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹം ഇവിടെ ചിലവഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ രമേശ് ചെന്നിത്തല ഈ രാമനിലയത്തിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ രാമനിലയത്തിലെത്തി രമേശ് ചെന്നിത്തലയുടെ മുറിയിൽ വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത്. ആ സമയത്ത് ഈ രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു, സഹപ്രവർത്തകരുണ്ടായിരുന്നു. ഇവരെല്ലാവരും മുറിയിലിരിക്കെ തന്നെ ഈ മുറിയിൽ നിന്ന് മാറി ഈ രാമനിലയത്തിലെ റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അരമണിക്കൂർ നേരം ഇരുവരും തമ്മിൽ സംഭാഷണം നടത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൽ ഈ മാടായി കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അടക്കമുള്ള വിഷയം ചർച്ചയാവുകയും ചെയ്തു. ഇതിനുശേഷമാണ് രമേശ് ചെന്നിത്തലയോട് നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരണം തേടിയത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് MK രാഘവനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അദ്ദേഹം പാർട്ടിയിൽ തന്റെ സഹപ്രവർത്തകനാണ്, ഏറെക്കാലം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ തെറ്റില്ല. നിലവിൽ ഉയർന്നു വന്ന വിവാദ സാഹചര്യങ്ങളെക്കുറിച്ച് പാർട്ടിയുടെ ആഭ്യന്തര സമിതി തന്നെ, ഈ 3-അംഗ സമിതി തന്നെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ തലത്തിൽ പോകട്ടെ എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ മാടായി കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ പരസ്യപ്പോര് അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ അത് നേതൃതലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പരസ്യപ്പോര അവസാനിപ്പിക്കാൻ സാധിച്ചെങ്കിൽ പോലും അണിയറയിൽ ഇപ്പോഴും ഈ വിഷയം സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടുകൾക്കെതിരെ, VD സതീശൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസിൽ ഒരു മറുചേരി വളരെ ശക്തമാകുന്നു. അത് ഗ്രൂപ്പുകൾക്ക് അതീതമായി ഈ VD സതീശനെതിരെ ഒരു നിലപാട് ശക്തമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ നേതൃമാറ്റം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു വിഭാഗം നേതാക്കൾ. അതിനിടയിലാണ് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ MK രാഘവനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ മാടായി കോളേജ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സജീവമായതിനു ശേഷം, അതായത് ഈ പരസ്യ പ്രതികരണങ്ങൾ അടക്കം സജീവമായതിനു ശേഷം ആദ്യമായാണ് MK രാഘവൻ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇരുവരും രാമനിലയത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിഷയം ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ്. രമേശ് ചെന്നിത്തല ഈ കൂടിക്കാഴ്ചയെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു എന്ന നമ്മൾ അടിവരയിട്ട് പറയാനുള്ള കാര്യം, ഇദ്ദേഹത്തിന്റെ മുറിയിൽ ആ സമയത്ത് രമേശ് ചെന്നിത്തലയുമായി അടുപ്പമുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഇവർ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ടായിരുന്നു ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. ഒരു സൗഹൃദ സംഭാഷണമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നുവെങ്കിൽ അത് ആ മുറിക്കുള്ളിൽ തന്നെ ആകാമായിരുന്നു. അതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ മാനമുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇന്ന് രാമനിലയത്തിൽ 4 മണിയോടുകൂടി നടന്നത്. പ്രവിത.